വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ കിച്ചൺ ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം, നമ്മുടെ പണവും ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാനും നമ്മുടെ ജോലികളൊക്കെ ഈസി ആക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമ്മൾ വീട്ടമ്മമാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും കുറയും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് കണ്ടാലോ. നമ്മൾ ഇതുപോലുള്ള ഇലക്കറികൾ, പാലക്ക്, അതുപോലെ തന്നെ ചുവന്ന ചീര, മറ്റേ പച്ചച്ചീരയൊക്കെ ഇല്ലേ, അത്, പുതിനയില, മല്ലിയില, ഇങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് നമ്മൾ വാങ്ങുമ്പോൾ അത് നമ്മൾ ഒരിക്കലും വാഷ് ചെയ്യരുത് കേട്ടോ. ആദ്യം തന്നെ സ്റ്റോർ ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ വേരുഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാനും കൂടെ നോക്കണേ. കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ വാഷ് ചെയ്യാതെ ഇങ്ങനൊരു ബോക്സിലാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചത്തോളം നമുക്കിത് കേടാകാതെ ഇരിക്കും. നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ട് അന്ന് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പം 2-3 ദിവസം അല്ലെ ഒരാഴ്ച കഴിഞ്ഞൊക്കെ എടുക്കണമെങ്കിൽ നമ്മളിതുപോലെ ചെയ്യണം. അപ്പം നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായിട്ട് യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് നോക്കിയാലോ. നമ്മൾ മുട്ടയൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു തൊണ്ടും കൂടെ ചിലപ്പോൾ ഈ വെള്ളയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാൻ നോക്കിയാൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ തൊട്ടിട്ട് നമ്മൾ ആ ഒരു തൊണ്ടിലേക്ക് ഇങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഈ മുട്ടയുടെ തൊണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മൾ നെയ്യൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കേടാകാതെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഉണങ്ങിയ കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു 5-6 കുരുമുളക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടാകാതെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ഇതുപോലെയാണ് വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നാലാമത്തെ ടിപ്പ് നോക്കിയാലോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ദോശമാവ്, ഇഡലി മാവൊക്കെ കുറച്ച് ബാക്കി വന്നാൽ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒന്നും എടുത്തില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കണേ. അങ്ങനെ ആകുമ്പോൾ പുളി ചിലപ്പോൾ അല്പം കൂടിപ്പോയെങ്കിൽ നമുക്ക് ആ പുളി കുറയ്ക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ കുറച്ച് തിളപ്പിച്ച പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണോ നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ബാലൻസ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പം ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. എന്നിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശയാണെങ്കിൽ ദോശ, ഇഡലി ആണെങ്കിൽ ഇഡലി, ഏത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഒട്ടും പുളിയില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ, ഇഡലി നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഇതുപോലെ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വാടിപ്പോയതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ വാടിയ വെജിറ്റബിൾസ്. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മളിതുപോലെ വെള്ളത്തിലൊന്നിട്ട് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഫ്രഷായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. വാടിപ്പോയ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പീൽ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പീൽ ചെയ്യാനും പറ്റും. കണ്ടോ, നന്നായിട്ട് കട്ടിയായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലത്തെ വുഡിൻ്റെ ഈ സ്പാച്ചുല, തവികൾ, ഇങ്ങനെയുള്ളതൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ എന്തായാലും ഇങ്ങനെ വെളുത്ത പൂപ്പൽ പോലെയൊക്കെ കാണും. അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും അത് കാണും. അപ്പോൾ അത് പോയി കിട്ടാനായിട്ട്, നല്ല പുതിയതുപോലെ ആയി കിട്ടാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ അല്പം വലിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ള വുഡിൻ്റെ സ്പൂണുകളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും നല്ല തിളച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ മുങ്ങിക്കിടക്കട്ടെ. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കാമായിരുന്നു എനിക്ക്, പക്ഷേ പാത്രം അല്പം ചെറുതായിപ്പോയി. സാരമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് മുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ പാത്രം എടുത്താൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വുഡിൻ്റെ സ്പൂണൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയും നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അപ്പം നല്ല പോളിഷ് ചെയ്ത് നല്ല പുതിയതുപോലെ ആയി കിട്ടും. നമ്മൾ ഇതുപോലത്തെ വുഡിൻ്റെ തവിയൊക്കെ ദിവസത്തിൽ ഒരെണ്ണമെങ്കിലും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് ഒരെണ്ണമാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഉപ്പും വിനാഗിരിയും ഒന്നും ചേർത്ത് ചെയ്യണമെന്നില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കിത് പുതിയതുപോലെ പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കുന്നതായിരിക്കും.
നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ സ്പൂണും തവിയൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടില്ലേ. അന്നേരം നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർക്കാതെ കുറച്ച് വിനാഗിരിയും തിളച്ച വെള്ളത്തിലിട്ട് ഇതുപോലെ വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല പുതിയതുപോലെ ആയി കിട്ടും. ഇനി നമുക്കൊരു അടിപൊളി കുക്കിംഗ് ടിപ്സ് കാണാം. ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കാനായിട്ട് അധികം ആർക്കും അത്ര വശമില്ലല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നാണ് എല്ലാവരുടെയും പരാതി. അപ്പോൾ അത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ കപ്പിൽ തന്നെ ഞാനൊരു 3/4 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് കൈകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ തേങ്ങയും ഈ പൊടിയും ചേർത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം മാത്രം ചോറെടുക്കുക. അത്രയും മാത്രമാണ് ഇതിന് അറിയാനുള്ളൂ. പിന്നെ പൾസ് ചെയ്തെടുക്കാവേ ആകാവൂ. അതായത് ഒത്തിരി അങ്ങോട്ട് കറക്കരുത് മിക്സിയിൽ, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് കറി ഒന്നും ഇല്ലെങ്കിലും നല്ല രുചിയാണ് ഗോതമ്പ് പുട്ട് കഴിക്കാനായിട്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3/4 കപ്പ് ചോറെന്ന കണക്ക്. അപ്പോൾ 2 കപ്പ് പൊടിയാണെങ്കിൽ 1.5 കപ്പ് ചോറ്, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമ്മുടെ 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മുട്ട കുറേ കാലം കേടാകാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് മുട്ടയുടെ കൂർത്ത വശം ഇതുപോലെ താഴെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴി ഇടുന്ന മുട്ടയാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിലും ഏതായാലും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തുടച്ചിട്ടേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാവൂ. ആ കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിതുപോലെ ബാസ്മതി റൈസൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എന്നും ഇത് ഉപയോഗിക്കില്ലല്ലോ. ഇപ്പം ഒരാഴ്ച ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമ്മൾ പിറ്റേ ആഴ്ചയായിരിക്കും എടുക്കണേ. അപ്പോൾ അത് കേടാകാതെ കുത്തലൊന്നും വീഴാതെ പ്രാണിയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു 5-6 ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഗ്രാമ്പു ഇട്ട് വെക്കുമ്പം കേടാവുകയില്ല. പിന്നെ നമ്മുടെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ചിപ്സ്, മിക്സ്ചർ ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് 5-6 എടുത്തതിന് ശേഷം ഈ പാക്കറ്റിൽ തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് തണുത്തിരിക്കും. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ നല്ല വാങ്ങിയ പോലെ ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് നല്ലൊരു ടിപ്പ് പറയാം. ഇതുപോലെ ചിപ്സൊക്കെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ കുറച്ചിട്ട് കൊടുക്കുക ആദ്യം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അരിയില്ലേ, ചോറ് വെക്കുന്ന അരി, ഇതുപോലെ ഒരു പിടി വേണ്ട കുറച്ച് അരി ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ അല്പം അരി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിപ്സ് കാര്യങ്ങൾ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന ഏത് ഫ്രൈഡ് ഐറ്റംസ് ആയാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തോരൻ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ സവാള ഉണ്ടെങ്കിൽ 2-3 എടുത്ത് എളുപ്പം ഒരു തോരൻ വെക്കും. അങ്ങനെ വെക്കാറുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ചിലർക്ക് ആ മധുരിപ്പ് ഇഷ്ടമില്ല. അപ്പോൾ ആ മധുരിപ്പ് കുറയാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്, ഇതുപോലെ ചെറിയൊരു പീസ് കുടംപുളി നമ്മളൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും തേങ്ങയും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ ഒതുക്കി ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സവാളത്തോരൻ കിട്ടും, ഒട്ടും മധുരിപ്പില്ലാതെ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു തോരനാണ്. ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു തോരൻ കറിയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെണ്ടയ്ക്കയൊക്കെ മെഴുക്ക് വരട്ടിയ തോരനൊക്കെ വെക്കുമ്പം കുഴഞ്ഞു പോകുന്നൊരു പ്രശ്നം വരില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നാരങ്ങാനീര്, തൈര്, അങ്ങനെ പലത് ടിപ്പുകൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതുപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് കിട്ടും. മൺചട്ടിയിൽ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മെഴുക്കുവരട്ടിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.